Good morning, guys. This is day 2 Gokarna. ഞങ്ങളൊരു ബീച്ചിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഭയങ്കര കുഞ്ഞി തിരകളുണ്ട്. അപ്പം നല്ല രസമായി ഇവിടെ ഇങ്ങനെ നടക്കാൻ. കുഡ്ലെ ബീച്ചിൽ തന്നെയാണ് ഇന്നലെ നമ്മൾ ടെൻറ്റ് ചെയ്തത്. ഹോം ബീച്ചിൽ പോയി അവിടെ ടെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് ഇനി ഇങ്ങോട്ട് തന്നെ വന്നു. ബട്ട് ഇത് നല്ല രസമുണ്ട്. ഗൈസ് കണ്ടോ, കുഞ്ഞി തിരകളാണ്. ചുമ്മാ നമുക്ക് ആ വലിയ തിരയുടെ പാതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര കാമായിട്ട് നടത്തുന്നുണ്ടാവും. വെരി ടൈനി വേവ്. ബീച്ച് മൊത്തം നല്ല ക്ലീനാണ്. പക്ഷെ ഒരു ബീച്ചിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഫുൾ വേസ്റ്റ് എന്ന് പറഞ്ഞ് പശുക്കളൊക്കെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ഒരുപാട് റഷ് ചെയ്ത് ട്രാവൽ ചെയ്തോ എന്നൊരു ഡൗട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബാഗ് ഇട്ട് നടന്നതിൻ്റെ നല്ല ബുദ്ധിമുട്ട് ഉണ്ട്. അത്യാവശ്യം ചില സമയങ്ങളിൽ ബോഡിയൊക്കെ നല്ല വലിഞ്ഞു ഊർകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് കുറച്ചുകൂടെ സമാധാനപരമായിട്ട് എങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ലഗേജ് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. അപ്പം അങ്ങനെ ഇപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അപ്പം വെള്ളമില്ല, വെള്ളം ചേർന്നിപ്പോൾ വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ഞങ്ങളൊരു ബീച്ച് വാക്കൊക്കെ കഴിഞ്ഞിങ്ങനെ കഴിച്ചിട്ട് ഇവിടെ പബ്ലിക് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഫ്രഷ്നപ്പായിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞങ്ങൾ രാവിലെ നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഞങ്ങൾ സ്റ്റൗവൊക്കെ കത്തിക്കുന്ന കണ്ടിട്ട് നോക്കിയിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ചെയ്ത് എത്രയായി വാങ്ങാൻ ഒക്കെ ചോദിച്ച് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫുഡ് റെഡിയായി, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് പോലോ, ഹായ്. ജയ ചേച്ചി ഉണ്ട്. एनर्जी और सेहत के लिए बहुत अच्छा रहता है, पॉक्स के लिए अच्छा रहता है. എല്ലാ സ്റ്റോണിനും ഒരു പേരുണ്ട്, അതിന് കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മണിമാഗ്നറ്റ്, റെഡ്, പാരറ്റ്, റോസ് പാർട്സ്, സിട്രീൻ. ഈ ബ്ലൂ ഞാൻ വർക്കലയിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് പുതിയ സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റാണ്. ചേച്ചിയുടെ അടുത്ത് നിന്ന് എനിക്ക് വാങ്ങി തന്നതാണ്. അവനും ഏതൊക്കെയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നിരുന്ന ഒരു കഫേയിലാണ് വന്നത്. തിരിച്ച് രാവിലെ ടെൻറ്റൊക്കെ മടക്കി ഇങ്ങോട്ട് വന്നു. ഇവിടെ ബാത്റൂം ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഫ്രഷ്നപ്പായി. ഇവിടുത്തെ ബാത്റൂമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 2 ടോയ്ലറ്റും ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനുള്ളതാണ്, പക്ഷെ കുഴപ്പമില്ല. ഇതാട്ടോ ബാത്റൂമൊക്കെ. ചുമ്മാ ഒരു ബക്കറ്റ് കപ്പ്, ഒരു ഷവറൊക്കെ ഉണ്ട്. അപ്പം ഞാനൊന്ന് ഫ്രഷ്നപ്പായി ഡ്രസ്സൊക്കെ മാറി. അപ്പം നമ്മൾ ഇന്നിവിടെ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് ബാഗ് ഇവിടെ വെക്കാനാണ് പ്ലാൻ. അപ്പം ബൈക്ക് അവരോട് ചോദിച്ചിട്ടില്ല. ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പരിപാടിയിലാണ്. ഗൈസ്, ഇന്ന് ഗോകർണ സെക്കൻഡ് ഡേ, 4 മണി. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. ഈ 4 മണി വരെ എന്ത് ചെയ്തതെന്നൊരു ഫ്ലാഷ് ബാക്ക്. ഞങ്ങൾ കുഡ്ലെ ബീച്ചിൽ നിന്ന് വണ്ടി റെൻ്റലെടുക്കാൻ വേണ്ടിയിട്ട് റെൻ്റലൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് അവിടെ കുഡ്ലെ ഹിൽ ടോപ്പിലോട്ട് അങ്ങോട്ട് വരാമെന്ന് റെൻ്റുകാർ പറഞ്ഞു. ബൈക്കെല്ലാം കൊണ്ടുവന്നു. എൻ്റെ വണ്ടി ഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആക്റ്റീവ് പറ്റില്ല, ഡിയോ തന്നെ ആണെന്ന് പറഞ്ഞിട്ട് ഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു. വണ്ടി എടുത്ത് 2 സെക്കൻഡ് പുറത്തേക്ക് ഇറങ്ങി വണ്ടി പോയി മതിലിടിച്ചു. ഞങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിലും മട്ടിക്ക് നന്നായിട്ട് പറ്റി. അതൊക്കെ പറഞ്ഞ് ഡീലാക്കി കുറച്ച് പൈസയും പോയി. ഞങ്ങളുടെ ബഡ്ജറ്റ് എല്ലാം ഫുൾ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് മൊത്തത്തിൽ അവിടെ കൂട്ടി. ആൻഡ് അതിൻ്റെ ക്ഷീണം തീർക്കാൻ രാഹുലിൻ്റെ ബാഗും പൊട്ടി. അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒരു ചായം അങ്ങനെ ഹെവി ആയിട്ട് ക്ഷീണമായത് കൊണ്ട് ചോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതാണ് എല്ലാ ട്രാവലുകളും എപ്പോഴും നല്ലതായിരിക്കില്ല. നമുക്ക് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇത് ഞങ്ങൾക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഞങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് കുറച്ച് എക്സ്ട്രാ ഞങ്ങളുടെ കയ്യിൽ പോയി എന്നല്ലാതെ വേറെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. സോ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്നത് കണ്ട് എല്ലാവരും ഇതോ നിനക്ക് സുഖമല്ല മറ്റേ ഭാഷ. നമ്മൾ ഓൾറെഡി ഈ ബഡ്ജറ്റ് ഭയങ്കര കട്ട് ചെയ്തിട്ടുള്ള ട്രാവലിങ്, കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ട്രാവലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കുറേ പറ്റുന്നു. നമ്മളെല്ലാവരും ഈ ഹാപ്പി ഫേസ് മാത്രം ഇൻസ്റ്റ ആൻഡ് അത് സോഷ്യൽ മീഡിയ ത്രൂ കാണിക്കണുള്ളൂ. ഇങ്ങനെ അതിൻ്റെ പിന്നിൽ കുറേ സ്ട്രഗിൾസ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ ഡൗൺസ് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും പറയാൻ ഉണ്ടാവും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര സുഖമല്ലേ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടും കൂടാണ് ഇപ്പം ഇത് പറഞ്ഞത്. ശരിക്കും ഇതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ഹാപ്പി ജേർണി മാത്രമേ നിങ്ങൾ കാണുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങളൊരു നല്ല അടിപൊളി ചായം കുറിച്ച് ഇവിടെ ഇരിക്കും ഗൈസ്. അടുത്ത പരിപാടി നോക്കാം. അങ്ങനെ ഞങ്ങൾ രാഹുലിൻ്റെ പൊട്ടിയ ബാഗ് ശരിയാക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഗൈസ് ഞങ്ങളങ്ങനെ രാഹുലിൻ്റെ ബാഗും തുന്നി ഇവിടെ ഒരു ഓട്ടോ വിളിച്ച് ഹാഫ് മൂൺ ബീച്ചിലോട്ട് വന്നേക്കുകയാണ്. ഹാഫ് മൂൺ ബീച്ചിലോട്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കേണ്ടത്. പക്ക നല്ലൊരു ട്രയലാണ്. അത്ര കുടിച്ചു വഴിയൊന്നുമില്ല, പക്ഷെ നടക്കാനുണ്ട് കുറച്ച്. അപ്പോൾ അയാൾ ഓട്ടോ വരണ വരെ കുറച്ച് ഒരു 300 റുപ്പീസാണ് പറഞ്ഞത്. ഇവിടെ അധികം ദൂരമൊന്നും ഇല്ല ആക്ച്വലി. എന്നാലും ഇവിടെ ഓട്ടോ വിളിച്ചാൽ മിനിമം എവിടേക്കായാലും 200, 250, 300, 400 ആ റേഞ്ച് പറയും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഹാഫ് മൂണിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അയാൾക്ക് ഓട്ടോ ആക്കി തരാൻ പറ്റുന്ന അത്ര അയാൾ 300 രൂപയ്ക്കുള്ള വഴിക്ക് ആക്കി തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് വഴി. ഫുൾ നമ്മുടെ 2 സൈഡിലും മരവും കൊക്കയും പക്ക കാട് സെറ്റപ്പാണ്. ഇത് ഇറങ്ങി നമ്മൾ നേരെ ഹാഫ് മൂൺ ബീച്ചിൽ പോകും. ഹാഫ് മൂൺ ബീച്ച് കുറച്ചും കൂടെ പ്രൈവറ്റാണ്, കാരണം ഇതെല്ലാം കയറി വേണം അവിടെ എത്താൻ. അപ്പം കൂടുതൽ ടെൻറ്റ് ചെയ്യാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഹാഫ് മൂണാന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കുഞ്ഞ് ബീച്ചാണ്, അപ്പോൾ പോയിട്ട് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഇടുങ്ങിയ വഴികളിലൂടെയാണ്, വനാന്തരങ്ങളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ തിൻ വഴികളാണ്, കുറച്ച് ടാസ്ക് ഉണ്ട് നടക്കാൻ. അങ്ങനെ ഞങ്ങൾ ഹാഫ് മൂൺ ബീച്ചിലെത്തി. ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് ബോട്ട് വഴി വരുന്ന ആൾക്കാരാണ്. ഇവിടേക്ക് ട്രക്ക് ചെയ്ത് അങ്ങനെ അധികം ആരും വരില്ല. അപ്പം എല്ലാവരും ചെയ്യാം, ബീച്ചിൽ നിന്ന് നേരെ ബോട്ട് എടുക്കും. ബോട്ട് സർവീസസ് ഉണ്ട്. അവരിങ്ങനെ ഓരോ ബീച്ച് കൊണ്ടുപോകും. അതാണ് ഇവിടെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കും, കണ്ടോ. അപ്പോൾ ഇതെല്ലാം ബോട്ടിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ടൈം വരെ ബോട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകും. നമ്മളിവിടെ ഓൾമോസ്റ്റ് 1-2 ഷാക്കേ അവിടെ കാണുന്നുള്ളൂ. ആ കാണുന്ന ഷാക്സ് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ നൈറ്റൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കുറവായിരിക്കും. ദാറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളൊരു അടിപൊളി സൺസെറ്റ്, ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ലൊരു അടിപൊളി സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ ചെറിയൊരു ബീച്ചും കുറച്ച് 3-4 ഷാക്സും മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളിവിടെ ടെൻറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പം ഇവിടെയുള്ള കുറച്ച് മുരട്ട് ആൾക്കാർ പറഞ്ഞു ഇവിടെ ടെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെയൊക്കെ ഫുൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ. അപ്പം അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ 400 രൂപ എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് ടെൻറ്റ് അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പുറത്തെ കടയിൽ ഇവിടെ ടെൻറ്റൊക്കെ എടുക്കുന്ന ഒരു പുളിയുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് മയത്തിലാണ് പെരുമാറിയത്. അവർ പറഞ്ഞു ഇവിടെ അടിച്ചോളാൻ. അപ്പോൾ ഞങ്ങൾ വെച്ച് പൈസ വേണമെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ ടെൻറ്റ് അടിച്ചോ, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ അപ്പം നമ്മളിവിടെ ടെൻറ്റ് അടിക്കാൻ പോവാം. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ പോയി. ബീച്ച് ടോട്ടലി ഒഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല. കുറച്ച് ഫോറിനേഴ്സ് കണ്ടായിരുന്നു, അവർ അറ്റത്തെ ഒരു ഷോപ്പിലാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ ടെൻറ്റ് ചെയ്യാൻ പോവാം. ടെൻറ്റ് ചെയ്ത് ഇന്നപ്പോൾ ഇവിടെ ചിൽ ചെയ്തിട്ട് നെക്സ്റ്റ് നാളെ പാരഡൈസ് ബീച്ചിലോട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പോവാം. അപ്പോൾ ടെൻറ്റ് അടിക്കുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓംബീച്ചിൽ കൊമേഴ്ഷ്യൽ ബീച്ച് ആയതുകൊണ്ട് തീരെ പറ്റില്ല. ഇവിടെ ഹാഫ് മൂണിലാണെങ്കിലും നമ്മൾ പൈസ കൊടുത്താലും ഇവർ സമ്മതിക്കാത്ത ചില ആൾക്കാർ ഇവിടെ ഭയങ്കര ഒരു റൂഡ് ആൻഡ് റഫായിട്ടാണ് വരുന്നത്. ചില ആൾക്കാർ സോ നൈസായിട്ടാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്ന ടൂറിസ്റ്റിൻ്റെ അടുത്ത് മര്യാദയ്ക്കൊന്നല്ല ബിഹേവ് ചെയ്യുന്നത്. ഇയാൾ മുഖം പോലും തരാതെ പറ്റില്ല അങ്ങനെ സംശയത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ഐലൻഡാണ്, തേങ്ങയാണ് മാങ്ങയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോ ഇപ്പുറത്തെ കടയുടെ ചേട്ടൻ നല്ലൊരു മനസ്കനായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ടെൻറ്റ് ചെയ്തോ. ഞങ്ങൾ പൈസ പോലും തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട, നിങ്ങളിവിടെ ടെൻറ്റ് ചെയ്തോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കുക്കിംഗ് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പുള്ളി അത്രയും ഒരു ചെയ്തതല്ലേ. കാരണം ഇപ്പോൾ ഈ ഇരുട്ടി സമയത്ത് ഞങ്ങൾക്ക് കാട്ടിക്കൂടെ ഈ ബാഗ് കൊടുത്ത് ഞങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ ഒരിക്കലും വയ്യ ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താണ് സ്റ്റേ അടിക്കുകയാണ്.
അങ്ങനെ ബീച്ച് വൈബൊക്കെ അടിച്ച് ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ചിൽ ചെയ്തിട്ട് നാളെ രാവിലെ എണീറ്റ് നമുക്ക് പാരഡൈസിൽ പോവാം. ഗോയ്സ്, എൻ്റെ മടിയിൽ ഇന്നും എനിക്കൊരാളെ കിട്ടിയത് വെള്ളമാട്ടോ. ആർക്ക് എടുക്കണം നോക്കൂ. ഇവിടെ ഇനിയും ഉണ്ട്, കുറച്ചെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ ഇതെൻ്റെ മടി വന്ന് കിടക്കുന്നു. ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ലൈറ്റ് കുറയ്ക്കാതല്ലേ. ഇതാണ് ഫുഡ്, ഫ്രൈഡ് റൈസ്. ഇത് ഒരു ഫ്രൈഡ് റൈസ് ഞങ്ങൾ രണ്ടുപേരും ഹാഫ് ആക്കിയതാ. 170 അല്ലേ, 170 ഫ്രൈഡ് റൈസിനുള്ളൂ. പിന്നെ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ബോറൊന്നുമില്ല, നല്ല ഫുഡാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പം ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ കുക്ക് ചെയ്യാനുള്ളൂ. ബീച്ച് വ്യൂ വിത്ത് ബീച്ച് വ്യൂ. ഒന്നും കാണാനില്ല, രാത്രിയാണ്. പക്ഷെ ബീച്ചിൻ്റെ സൗണ്ട് ഉണ്ട്. പക്ഷെ രാത്രി ഇത് നമുക്ക് ഇവിടെ കിട്ടാവുന്നത് നല്ല ഫുഡായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ നിന്ന് എല്ലാവരും കഴിക്കുക. ആദ്യത്തെ കഴിക്കരുത് ഗൈസ്. ഓ ഗൈസ്, ഇവിടെ 5 ഗ്രൂപ്പുകളുണ്ട്. നോക്ക്. ഓ മൈ ഗോഡ്, നമുക്ക് എല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക. അത് ഇവിടെ ആകെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഡോഗെ ഞാൻ കണ്ടുള്ളൂ, അവരുടെ മക്കൾ. ഓ ദാറ്റ് വാസ് സോ ക്യൂട്ട്. എല്ലാവരും എൻ്റെ വട്ടച്ചിട്ട്, ഞാനിവിടെ വാഷ്റൂമിൽ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ കണ്ണേടിൻ്റെ വട്ടച്ചിട്ട് നിൽക്കുക. ഓ സോ ക്യൂട്ട്. കുഞ്ഞു പിള്ളേരാ. ഹലോ ഹലോ.